മാമാങ്കത്തിന്റെ കളമാകുമ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിക്ക് പ്രവർത്തകർ നൽകുന്നത് വമ്പിച്ച സ്വീകരണം. ഇന്ന് വൈകിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സുരേഷ് ഗോപിയെ സ്വീകരിച്ചിട്ടുള്ള ബൈക്ക് റാലിയും നടുവിലാലിൽ നിന്നും വടക്കുന്നാഥ ക്ഷേത്രം വലം വെച്ച് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രകടനവും നടക്കും. ഇപ്രാവശ്യം വികസന നായകനായി സുരേഷ് ഗോപി വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ ഓരോ പ്രവർത്തകരും. മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. വാശിയേറിയ പോരാട്ടമാണ് ഇപ്രാവശ്യം തൃശ്ശൂരിൽ നടക്കുക. അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ എല്ലാ മുന്നണികളും നടത്തുന്നുണ്ട്. എന്നാലും ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ബി.ജെ.പി. പ്രവർത്തകരും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളും ഒരുക്കുന്നത്. കാരണം ഈ നാടിന് ഒരു വികസന നായകനെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സുരേഷ് ഗോപിക്കായി സാധാരണ ആൾക്കാരും അതുപോലെ മറ്റ് ഓരോ മേഖലയിലുള്ള രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ മേഖലയിലുള്ള ആൾക്കാരൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പദയാത്രയും പ്രചരണവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം ബി.ജെ.പി. പ്രചരണത്തിനിറങ്ങുന്നത്. ഈ പ്രചരണത്തിന്റെ തയ്യാറെടുപ്പുകൾക്കുള്ള ഒരുക്കങ്ങളിലാണ് എല്ലാവരും. ചേട്ടാ, എങ്ങനെയാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ചേട്ടൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ്? 100%. സുരേഷ് ഗോപി അല്ലാതെ ഇവിടെ വിജയത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. കാരണം തൃശ്ശൂരിലെ ജനത ഒന്നടങ്കം സുരേഷ് ഗോപിയെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടുള്ള ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ചെയ്ത് പോരുന്ന കാര്യങ്ങളിലും ജനം അദ്ദേഹത്തിന് നോക്കി കൈയടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിലായാലും അതുപോലെ പാലക്കാടിലായാലും ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വിഷയത്തിലായാലും അങ്ങനെ ഒരു മനുഷ്യനെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലം ഏറ്റെടുത്തില്ലെങ്കിൽ അത് തൃശ്ശൂർക്കാർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടമാണെന്ന് തൃശ്ശൂർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൃത്യമായി സുരേഷ് ഏട്ടൻ ഇപ്രാവശ്യം വിജയത്തിന്റെ പതാക എന്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം ഇന്ന് വൈകിട്ട് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും സ്വീകരണം ഒരുക്കുക? മറ്റൊരു തൃശ്ശൂർ പൂരമായിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. കാരണം ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുടങ്ങുന്ന പ്രകടനം തൃശ്ശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി വരുന്നത് വരെ അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് തൃശ്ശൂർ ജനത ഉണ്ടാവുമെന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ മുഴുവനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നിലുണ്ടാവും. തീർച്ചയായും അദ്ദേഹത്തിനായി വലിയ തരത്തിലുള്ള സ്വീകരണമാണ് ഒരുക്കുക. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി ജയിക്കണമെന്നുള്ളത് തൃശ്ശൂർക്കാരുടെ ആവശ്യം തന്നെയാണല്ലോ. തീർച്ചയായിട്ടും അത് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. പാവങ്ങളെ ബുദ്ധിമുട്ടുകളിലൊക്കെ പലപ്പോഴും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റുള്ള നേതാക്കന്മാരെ വെച്ച് അദ്ദേഹമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരേണ്ടത്. മറ്റുള്ളൊരു പലവട്ടവും ഇരുമുന്നണികളും ഭരിച്ചപ്പോൾ ഇവിടെ വികസനത്തിന്റെ ഒരു പടി മുന്നോട്ട് പോലും പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് പറയുന്ന കാര്യം തന്നെയാണ്. അതെ, അദ്ദേഹം ഇവിടെ 2 പ്രാവശ്യം നിന്ന് തോറ്റിട്ടും ഇവിടെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ തൃശ്ശൂരിൽ പല വികസനം പാതയിലും ആൾ വന്ന് നടത്തിയിട്ടുണ്ട്. ആകാശപാത, അതുപോലെ തന്നെ മാർക്കറ്റ് നവീകരണം, പിന്നെ പാവപ്പെട്ട ബുദ്ധിമുട്ടായി ജീവിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോയി അവരെ ഒരു കൈത്താങ്ങായിട്ട് സഹായിക്കും. പ്രചരണം വളരെ ഇന്നലെ തൊട്ട് ഞങ്ങൾ വളരെ ആവേശത്തിലാണ്. തീർച്ചയായും വളരെ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും. അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ സ്വീകരണം നൽകും. അതോടൊപ്പം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഓരോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ വിജയത്തിൽ കുറഞ്ഞ് മറ്റൊന്നും ഇവിടെയുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. എന്തായാലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളൊന്ന് തൃശ്ശൂരാകുമെന്നതിൽ സംശയമില്ല. അതിൻ്റെ പ്രധാന കാരണം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഇന്ന് സുരേഷ് ഗോപിക്ക് വൻപിച്ച സ്വീകരണമാണ് ബി.ജെ.പി. പ്രവർത്തകർ തൃശ്ശൂരിൽ ഒരുക്കിയിരിക്കുന്നത്.